കേരളത്തിൽ ഇത്തവണ അയോഗ്യനാക്കപ്പെട്ടതുകൊണ്ട് മത്സരിക്കാതെ പോയിട്ടുള്ള ഒരു മുൻ മന്ത്രിയാണ് ആന്റണി രാജു. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്നുള്ള MLA ആയിരുന്നു. തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ചിരുന്നുവെങ്കിൽ ഇത്തവണയും ഒരു പക്ഷേ ജയിക്കുമായിരുന്നു. കാരണം ലാറ്റിൻ കാത്തലിക്കിൻ്റെയൊക്കെ വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്തവണ തിരുവനന്തപുരത്ത് UDF ജയിക്കാനാണ് സാധ്യത. ആന്റണി രാജു ഉണ്ടായിരുന്നെങ്കിൽ അത് LDFന് വേണ്ടി പിടിച്ചു നിർത്താൻ കഴിയുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലത്തിന് അദ്ദേഹത്തിനെതിരെ ഒരു വിധിയുണ്ടായി. ആ വിധി അദ്ദേഹം പണ്ട് ജൂനിയറായി പ്രാക്ടീസ് തുടങ്ങിയപ്പോൾ നടത്തിയിട്ടുള്ളൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിധിയാണ്. ആ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പലതവണ ഇവിടെ വീഡിയോയിൽ പറഞ്ഞതാണ്. കാരണം അതൊരു ജെട്ടി മോഷണ കേസാണ്. ആ ജെട്ടി മോഷണ കേസ് എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കേസല്ല. കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്നിട്ടുള്ള ഒരു ഇന്നർ വയർ അത് തന്നെ ഇദ്ദേഹം ഒപ്പിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോവുകയും അത് വെട്ടിച്ചെറുതാക്കി ഒരു 3ാം ക്ലാസ്സുകാരന് പോലും ഇടാൻ പറ്റാത്ത കോലത്തിലാക്കി ഇദ്ദേഹം മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെയൊക്കെ സംഭവങ്ങളുടെ തുടക്കമെന്ന് പറയുന്നത് ട്രിവാൻഡ്രം എയർപോർട്ടിൽ ഒരു വിദേശ പൗരൻ വന്നിറങ്ങുന്നു. ആ വിദേശ പൗരൻ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഹാഷിഷ് പിടിച്ചെടുത്തു. ആ ഹാഷിഷ് പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം ഇന്നർ വെയറിലാണ് ഈ ഹാഷിഷ് വെച്ചിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തൊണ്ടി മുതലായിട്ട് 6 അടി പൊക്കമുള്ള അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇന്നർ വെയർ കൂടി ഊരി വാങ്ങി ആണ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരുന്നത്. കോടതിയിലാണ് അത്തരം തെളിവുകളൊക്കെ ഇരുന്നിരുന്നത്. കോടതിയിലൊക്കെ ഇരിക്കുന്ന തെളിവുകൾക്ക് എത്രത്തോളം സുരക്ഷിതത്വമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതെന്നാണ്. പിന്നീട് നമ്മൾ മറ്റേ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട കേസിലൊക്കെ തന്നെ അത് മനസ്സിലാക്കിയ ആളുകളാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. എന്തായാലും നടി പീഡിപ്പിക്കപ്പെട്ട കേസിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഇദ്ദേഹം ഇതാണ് ഇരുന്നത്. ഇദ്ദേഹത്തിൻ്റെ സീനിയർ ആയിട്ടുള്ള ഒരു വനിതയാണ് ഈ വിദേശ പൗരന് വേണ്ടി കേസ് വാദിച്ചത്. അദ്ദേഹം ഒരുപാട് ഡോളറുകൾ അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ആ കൊടുത്തിരുന്നത് കൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയും രക്ഷിച്ചേ പറ്റൂ എന്നറിയാവുന്നത് കൊണ്ടിട്ട് ഈ കോടതിയിൽ ഇരുന്നിട്ടുള്ള തൊണ്ടി മുതൽ ഇദ്ദേഹം പരിശോധനയ്ക്ക് വേണ്ടി ഇദ്ദേഹം ഒപ്പിട്ട് മേടിക്കുകയും ആ ഒപ്പിട്ട് മേടിച്ചതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഇന്നർ വെയർ കട്ട് ചെയ്തുകൊണ്ട് മാറ്റിക്കൊണ്ട്, അതായത് കട്ട് ചെയ്ത് ഒരു 3ാം ക്ലാസ്സിലെ കൊച്ചിനിടാവുന്ന ലെവലിലേക്കുള്ളതാക്കി മാറ്റി. അപ്പോൾ അങ്ങനെ ആക്കി മാറ്റിയതിന് ശേഷം പിന്നെ കോടതിയിലേക്ക് വന്നപ്പോൾ ഈ ഇന്നർ വെയർ എടുത്ത് കാണിക്കുകയും ഈ ഇന്നർ വെയർ ഇദ്ദേഹത്തിന് ഒരിക്കലും പാകമാവില്ല എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം വെറുതെ വിടുകയും ചെയ്തു കോടതി എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. അപ്പോൾ ഇത് സംഭവിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ ആനവാൽ മോതിരം എന്ന് പറയുന്ന സുരേഷ് ഗോപിയും ശ്രീനിവാസനും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. ആ സിനിമയിൽ ഇതുപോലെ തന്നെ ഒരു രംഗം കാണിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളാരും മറന്നു പോകരുത്. കാരണം ഇതുപോലൊരു വിദേശ പൗരൻ വരുന്നു, മയക്കുമരുന്ന് കടത്തുന്നു, അയാളുടെ ഇന്നർ വെയർ ചെറുതാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, അയാളെ കോടതിയിൽ നിന്ന് വെറുതെ വിടുന്നു എന്നുള്ളതാണ്. അപ്പോൾ വെറുതെ വിട്ടതിന് ശേഷം ഇയാളെ മിണ്ടാതിരുന്നാൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇയാൾ വിദേശത്ത് പോയി അവിടെ യഥാർത്ഥത്തിൽ ഒരു കൊലപാതക കേസിൽ അദ്ദേഹം പിടിയിലായി. ആ പിടിയിലായി കഴിഞ്ഞതിന് ശേഷം ജയിലിൽ വെറുതെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അദ്ദേഹം സ്വന്തം സഹതടവുകാരനോട് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ഞാൻ ഇന്ത്യയിൽ ഇതുപോലെ ഒരു കേസിൽ പെട്ടിരുന്നു, അവിടെ നിന്നൊക്കെ ഞാൻ കുറച്ച് കാശെറിഞ്ഞ് ദുട്ടെറിഞ്ഞ് വളരെ ഈസിലി ഊരിപ്പോന്നു, അതുകൊണ്ട് ഇതൊന്നും ഒരു വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ് ചില വെളിപ്പെടുത്തലുകൾ നടത്തി. ആ വെളിപ്പെടുത്തലുകൾ അദ്ദേഹം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുകയും പിന്നീട് അത് ഇന്റർപോൾ അറിയുകയും ഇന്റർപോൾ ഇന്ത്യയിലേക്ക് ഇൻറ്റിമേഷൻ അയക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഇൻറ്റിമേഷനൊക്കെ അയച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇത് വലിയ തലവേദനയായി മാറിയിട്ടുള്ളത്. ആ തലവേദനയായി മാറിയപ്പോൾ നമ്മുടെ സുഹൃത്തായിട്ടുള്ള അനിൽ ഇമ്മാനുവൽ, അദ്ദേഹം നേരത്തെ മനോരമയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. മനോരമയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം റിപ്പോർട്ടറായിരുന്നു. അദ്ദേഹം ഈ കേസിൻ്റെ പുറകെ നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷം അദ്ദേഹം മീഡിയ സിൻഡിക്കേറ്റിൽ കുറേ കാലം ജോലി ചെയ്യുന്നു അതിൻ്റെ ഹെഡായിട്ട്. അതിപ്പോൾ അദ്ദേഹം റിപ്പോർട്ടർ TVയിൽ സ്പെഷ്യൽ സ്റ്റോറീസിൻ്റെ ഹെഡായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ അനിൽ ഇമ്മാനുവലൊക്കെ തന്നെ ഇതിൻ്റെ പുറകെ നടക്കുകയും ഇത് വാർത്തയാക്കുകയും പിന്നീട് ആ കേസിൻ്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഏറ്റവും ഒടുവിൽ ഈ കേസിന് അന്വേഷണം നടത്തേണ്ടി വരികയും അന്വേഷണം നടത്തി ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട ആന്റണി രാജു ഈ ചെറുതായിട്ട് ഒരു ജെട്ടി വെട്ടിച്ചുരുക്കിയതിന് അയോഗ്യനാക്കപ്പെടുകയും ചെയ്തു. 3 കൊല്ലത്തേക്ക് അദ്ദേഹത്തെ കോടതി ശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു. അപ്പോൾ അതിനെതിരെ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. സുപ്രീം കോടതിയെ സമീപിച്ചിട്ട് ഇത് സ്റ്റേ കിട്ടണം എന്ന് പറയാനാണ്. അപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ച് ഇപ്പോൾ സ്റ്റേ കിട്ടിയാൽ പോലും ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അദ്ദേഹം അതിനു മുമ്പ് ഹൈക്കോടതിയിൽ പോയതാണ്, അവിടെ നിന്ന് സ്റ്റേ കിട്ടിയില്ല. അപ്പോൾ ഇവിടെ പോയപ്പോൾ ഇപ്പോൾ സുപ്രീം കോടതിയും സ്റ്റേ കിട്ടിയില്ല. അപ്പോൾ ഇനി അദ്ദേഹത്തിന് ആകെയുള്ള ഒരു മാർഗ്ഗമെന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഈ പറയുന്ന സെഷൻസ് കോടതികളിൽ ഇതിൻ്റെ വാദവുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പീൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അതെന്തായാലും നടക്കട്ടെ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കോടതികളിൽ നിന്ന് സ്റ്റേക്ക് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചതിൻ്റെ കാര്യം, ഒന്നാമത്തത് അദ്ദേഹം പ്രത്യേകമായിട്ടൊരു അഡ്വക്കേറ്റാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ജനങ്ങളുടെ മുമ്പിലുള്ള ഒരു വിശ്വാസ്യത വീണ്ടെടുത്തുകൊണ്ട് ഏതെങ്കിലും സ്ഥാനങ്ങളിലേക്ക് ഒരു ബോർഡ് ചെയർമാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥാനങ്ങളിലേക്കൊക്കെ വരാൻ കഴിയുമോ എന്നുള്ള ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്.
ഇപ്പോൾ എന്തായാലും ഇലക്ഷൻ മത്സരിക്കാൻ പറ്റില്ല, ഇലക്ഷൻ കഴിഞ്ഞിരുന്നു. അവിടെ കരമന സുധീറാണ് പിന്നീട് തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചത്. ഏറ്റവും ഒടുവിൽ വരെ CPM അതുപോലെ LDF ഒക്കെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ആ സീറ്റ് വേക്കൻ്റ് ആക്കി ഇട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ തീരുമാനിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്കറിയാം കരമന ജനാർദ്ദൻ നായരുടെ മകനും നടനുമൊക്കെ ആയിട്ടുള്ള കരമന സുധീർ എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം വന്ന് ഫീൽഡ് ചെയ്യുകയും CP ജോണിനെ നേരിടാൻ തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ CP ജോണിനും അതുപോലെ തന്നെ BJPയുടെ ജില്ലാ പ്രസിഡന്റാണ് അവിടെ മത്സരിച്ചിരുന്നത്. കരമന ജയനാണ് അവിടെ മത്സരിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ 3 പേരോടും കൂടി അദ്ദേഹം ഏറ്റവും ഒടുവിൽ ഓടി മുന്നിലെത്തുകയും പിടിച്ചു നിൽക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവിടെ CP ജോൺ ജയിക്കാനാണ് സാധ്യത. പക്ഷേ എങ്കിൽ പോലും ഈ പറയുന്ന ആന്റണി രാജുവിന് ഇനി മത്സരിക്കാൻ കഴിയില്ല. കൂടാതെ ആന്റണി രാജു സൽപ്പേര് വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തി. കൂടാതെ എല്ലാവരുടെ മുമ്പിലും അഭിമാനത്തോടെ വന്ന് നിൽക്കാനും പറ്റുമെങ്കിൽ ഏതെങ്കിലും ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനവുമൊക്കെ കിട്ടുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചു. എന്താണെങ്കിലും അതൊന്നും നടന്നില്ല. വലിയ തിരിച്ചടിയാണ് കിട്ടിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു വാചകം ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഈ സ്റ്റോറിയുടെ ഒരു മോറൽ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇനിയെങ്കിലും കോടതികളിൽ നിന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിച്ചു മാറ്റരുത്. അടിച്ചു മാറ്റിയാൽ എന്തെങ്കിലും ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം പോലും സത്യം പുറത്തു വന്നേക്കാം എന്നുള്ളതാണ്. ഇത് ഉയർത്തുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ആ ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള ചേരിപ്പോരുകൾക്കിടയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അത് കോടതികളിൽ ഈ തൊണ്ടി മുതലുകൾ എത്രത്തോളം സുരക്ഷിതമാണ് എന്ന് പറയുന്ന ഒരു പോയിന്റാണ്. എനിക്ക് ഒരിക്കൽ കൂടി പറയാനുള്ളത്, ഇത് ആന്റണി രാജു എന്ന് പറയുന്ന ഒരാളിലേക്കും അത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ലെവലിലേക്ക് നമ്മൾ മാറ്റുന്നു എന്നുള്ളത് അതിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ചെയ്യേണ്ട കാര്യവുമാണ്, ഞാനടക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് കോടതികളിൽ ഈ തൊണ്ടി മുതലുകൾ എത്രത്തോളം സുരക്ഷിതമാണ്. ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ഒന്ന് സ്വാധീനിച്ചാൽ, അവർക്ക് കുറച്ച് ചില്ലറ കൊടുത്താൽ ഇത് ഇതുപോലെ മേടിച്ചുകൊണ്ട് പോവുകയും നമുക്ക് തിരുത്തി കൊണ്ടുവന്ന് തിരികെ വെക്കാൻ കഴിയുന്നതുമാണെങ്കിൽ ഇതുപോലെയുള്ള ആയിരക്കണക്കിന് ആളുകൾ രക്ഷപ്പെടുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ടാവില്ലേ എന്ന് പറയുന്ന കാതലായ പ്രശ്നമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണെങ്കിലും ആന്റണി രാജുവിൻ്റെ രാഷ്ട്രീയ ജീവിതം ഏതാണ്ട് അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. ഈ പറഞ്ഞ പോലെ ഇന്നർ വെയറിൽ കുടുങ്ങി.